Hi all, KTU BTech Mechanical Engineering 7th സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 1 എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ 4th ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോഡ്സ് ഇൻ ഡിസൈൻ, ദെൻ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോഡ്സ്? നമുക്കറിയാം ഏതൊരു കമ്പോണൻറ്റും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോഡ്സ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. എ സ്റ്റാൻഡേർഡ് ഈസ് എ സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ഫോർ പാർട്സ്, മെറ്റീരിയൽസ് ആൻഡ് പ്രോസസ്സസ് intended to achieve uniformity, efficiency and specified quality. ഓക്കെ, ഇപ്പോൾ ഒരു പാർട്ടിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെയോ അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെയോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ അതിൻ്റെ ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സെർട്ടൈൻ റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. ഓക്കെ, ദെൻ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പർപ്പസ് എന്നുള്ളത് നമുക്ക് നമ്പർ ഓഫ് പാർട്സ് ലിമിറ്റ് ചെയ്യുക. നമ്മളിതിന് മുമ്പ് പ്രിഫേർഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് വെറൈറ്റീസ് മാത്രമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കേണ്ട വരും. അത് പലതും നമുക്ക് വേസ്റ്റേജിലേക്ക് പോകാനായിട്ടൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെറൈറ്റീസ് ലിമിറ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ലാഭത്തിലാക്കുക, ഇൻവെൻട്രി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ സ്റ്റാൻഡർഡൈസേഷൻ്റെ വേറൊരു ഉദ്ദേശമാണ്. ദെൻ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. IS 2429, ഇത് വി ബെൽറ്റുകളുടെ ഡയമെൻഷൻസും അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. ഓക്കെ, ദെൻ ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിലാണ് IS എന്ന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ വന്നിട്ട് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നുള്ള രീതിയിലാണ് പറയുക. പക്ഷേ IS എന്നുള്ള രീതിയിൽ ഒരു നമ്പറിങ് കൂടി കൊടുത്തിട്ടാണ് മുമ്പൊക്കെ സ്പെസിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ IS 4218, അപ്പോൾ ഇത് ത്രെഡഡ് ആയിട്ടുള്ള കമ്പോണൻസിൻ്റെ സ്പെസിഫിക്കേഷൻസാണ്, സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ളതാണ്. മെട്രിക് ത്രെഡുകളുടെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ IS 3734 എന്നുള്ളത് വോം ഗിയേഴ്സിൻ്റെ ഡയമെൻഷൻസായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സാണ്. ഓക്കെ, ദെൻ വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ്റെ ഒരു യൂസ്, ഡിസൈനായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് യൂസസ് വരുന്നത്? ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽസ് എങ്ങനെയൊക്കെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ മാനുഫാക്ചറിങ് പ്രോസസ്സ്, മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ്, അവിടുത്തെ കെമിക്കൽ കോമ്പിനേഷൻ, ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആവശ്യമുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത്, ദെൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ഇതിനെല്ലാം ഓരോ സ്റ്റാൻഡേർഡായിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെയാണ് ഒരു രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുക. ദെൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ഷേപ്സ്, ഡയമെൻഷൻസ് of commonly used machine elements like bolts, screws, nuts, rivets, belts, chain, bearings, keys. അപ്പോൾ ഇത്രയും എലമെൻസിനൊക്കെ അതിനൊക്കെ ഓരോ പർട്ടിക്കുലർ ഷേപ്സ് ഉണ്ട്, അതെങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ടുള്ള ഡയമെൻഷൻസ് അല്ലെങ്കിൽ വേറെയും നമുക്ക് ഇത് മാറി മാറി ഉപയോഗിക്കാനായിട്ടും റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു പാറ്റേണിലായിരിക്കണം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരേണ്ടത്. ദെൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ഫിറ്റ്സ്, ടോളറൻസസ് ആൻഡ് സർഫസ് ഫിനിഷ് ഓഫ് കമ്പോണൻസ്. നമ്മൾ ഏതൊരു കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ സർഫസ് ഫിനിഷ്. അപ്പോൾ അതിനും കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഓൾറെഡി മെഷീൻ ഡ്രോയിങ്ങും
ഗ്രാഫിക്സിലും കുറച്ചൊക്കെ ഗ്രാഫിക്സിലും കണ്ടു കാണും. ഓക്കെ, കൂടുതലും മെഷീൻ ഡ്രോയിങ്ങിലാണ് ലിമിറ്റ്സ്, ഫിറ്റ്സ്, ടോളറൻസ്, സർഫസ് ഫിനിഷ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കാണാം. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ്. ചില കമ്പോണൻസ്, ചില പ്രൊഡക്റ്റുകൾ, ചില എക്യുപ്മെൻറ്റുകളൊക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ ഒരു സേഫ്റ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നത് ഈ ഒരു കോഡ് എന്ന് പറയും. സ്റ്റാൻഡേർഡ്സ് എന്നും പറയാം, അതിനേക്കാളുപരി അതിനെ കോഡ്സ് എന്നാണ് ജനറലി പറയുക. ഓക്കെ, ബോയിലർ കോഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സർട്ടൈൻ പ്രൊസീജിയർ വെച്ച് ടെസ്റ്റ് ചെയ്ത് അത് വെരിഫൈഡ് ആണെങ്കിൽ മാത്രമാണ് അതിനെ നമുക്ക് മാർക്കറ്റ് സെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് പെർമിഷൻ കിട്ടുള്ളൂ. ദെൻ സ്റ്റാൻഡേർഡ്സ് ഫോർ എൻജിനീയറിംഗ് ഡ്രോയിങ്സ് ഓഫ് കമ്പോണൻസ്. ഇപ്പോൾ എൻജിനീയറിംഗിൻ്റെ ഒരു ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന ഒന്നാണ് എൻജിനീയറിംഗ് ഡ്രോയിങ്സ്. ഓക്കെ, അപ്പോൾ ഒരു ഡ്രോയിങ് ഇല്ലാതെ നമുക്ക് അപ്പുറത്തേക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഏതൊരു രാജ്യത്തുള്ള ഒരു കമ്പനി ഡിസൈനർ ഉണ്ടാക്കിയ ഡ്രോയിങ് അത് വേറെ എവിടെ പോയിട്ട് നോക്കിയാലും അത് വായിച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഡ്രോയിങ്സിൽ ഉണ്ടാവുക. അതേപോലെ ആ രീതിയിലുള്ള കുറേ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സിമ്പിൾസ്, നൊട്ടേഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അത് ഓരോ രാജ്യങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതേപോലെ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറേ നൊട്ടേഷൻസും രീതികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതാണ് ഈ ഒരു എൻജിനീയറിംഗ് ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലെവൽസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ടു ബി യൂസ്ഡ് ഇൻ എ ഡിസൈൻ ഓഫീസ്. അപ്പോൾ ഏതൊരു കമ്പനിക്കും അവിടെ ഒരു ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ അവർ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി അതിൻ്റേതായ കുറച്ച് റൂൾസ്, സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനൊക്കെയാണ് കമ്പനി സ്റ്റാൻഡേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ആ കമ്പനിയുടെ തന്നെ പ്രൊഡക്റ്റുകൾക്ക്, ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയാണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് ആ ഒരു രാജ്യത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ബേസിലുള്ള ചില സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അവിടുത്തെ മിനിമം റിക്വയർമെൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലൊക്കെ ഒരു സ്റ്റാർ റേറ്റിംഗ് നമ്മൾ കണ്ടു കാണും. അതിൻ്റെ എനർജി കൺസംഷനായിട്ട് ബന്ധപ്പെട്ട് AC, ഫ്രിഡ്ജ്, TV, മിക്സി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലും ഒരു സ്റ്റാർ റേറ്റിംഗ് അതെന്ന് പറയുന്നത് ഒരു റെഗുലേഷനാണ്. ഓക്കെ, അപ്പോൾ അതിലും മിനിമം ഒരു സ്റ്റാർ റേറ്റിംഗ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമുക്ക് 5 സ്റ്റാറുകളാണ് ഉണ്ടാവുക. അതിൽ മിനിമം ഇത്ര സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു പ്രൊഡക്റ്റാണ് നമുക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് മാത്രമാണ് മാർക്കറ്റിൽ സെല്ല് ചെയ്യാനായിട്ട് ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അതേപോലെ കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് മേടിക്കാനായിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു റെഗുലേഷനാണ്, അതൊരു സ്റ്റാൻഡേർഡാണ്. ദെൻ ഗോൾഡ്, നമ്മൾ ഏറ്റവും അധികം വാല്യുബിളായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഗോൾഡ്. അപ്പോൾ അതിൻ്റെ ഒരു പ്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 916 എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊരു BIS സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് ആ ഒരു 916 പ്യൂരിറ്റി ഉണ്ടാവണം എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലല്ലാതെ ഗോൾഡ് ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതൊരു മിനിമം അഷുറൻസ് കമ്പനിക്കാർ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ജ്വല്ലറിക്കാർ കൊടുക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡാണ്. ഓക്കെ, ദെൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർക്കിത് വിദേശത്തെ മാർക്കറ്റുകളിലേക്ക് കൂടി സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും? ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടി വരും. നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ വേറെ നമ്മൾ ഇത് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തെ കുറച്ച് ക്വാളിറ്റി ചെക്കുകൾ കൂടി ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രം ആണ് നമുക്കത് പുറത്തേക്ക് കയറ്റി അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് കൂടി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇനി ചില കേസിൽ ഒരു കമ്പനി സ്റ്റാൻഡേർഡ് എന്നുള്ളത് തന്നെ ഈ പറഞ്ഞ
നാഷണൽ ലെവൽ സ്റ്റാൻഡേർഡുകളെക്കാളും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനേക്കാളും മികച്ചു നിൽക്കുന്ന രീതിയിലുള്ള കമ്പനികളും ഉണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കോമ്പീറ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ അതിന് ബാക്കിയുള്ള പ്രൊഡക്ട്സുകളൊക്കെ മേലെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലാണ് അതിന് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറേ കൂടിയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ചില സമയത്ത് ചില കമ്പനികൾ തമ്മിലുള്ള മത്സരം വരുമ്പോൾ തന്നെ അവിടെ ക്വാളിറ്റി കൂട്ടി കൊണ്ടുവരാനൊക്കെ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഇൻ്റർനാഷണൽ ആ ഒരു കാര്യങ്ങളെക്കാളും മികച്ചു നിൽക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് വരെ മാർക്കറ്റിൽ ഇറക്കുന്ന കമ്പനികളുണ്ടാവാം. ഓക്കെ, അപ്പോൾ കമ്പനികൾ തമ്മിലുള്ളൊരു മത്സരം വരുമ്പോൾ ആ രീതിയിലൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട വരും. അവിടെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇറക്കണമെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. ദെൻ കോഡ്സ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു കാര്യമാണ്. അതായത് പല എക്യുപ്മെൻറ്റ്സിൻ്റെയും ടെസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സ്റ്റാൻഡേർഡ്സിനെയാണ് കോഡ്സ് എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ഫോർ ദ അനാലിസിസ്, ഡിസൈൻ, മാനുഫാക്ചറിങ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ദി പ്രൊഡക്റ്റ്. അനാലിസിസ്, ഡിസൈൻ, മാനുഫാക്ചറിങ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ടെസ്റ്റിങ്ങിന് തന്നെയാണ് ഈ ഒരു കോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് ദി പർപ്പസ് ഓഫ് കോഡ് ഈസ് ടു അച്ചീവ് സ്പെസിഫിക് ഡിഗ്രി ഓഫ് സേഫ്റ്റി, എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി. സേഫ്റ്റി എന്നുള്ളതിനാണ് ശരിക്കും അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ജനറലി സ്റ്റാൻഡേർഡ്സ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആർ കോൾഡ് കോഡ്സ്, വിച്ച് ഗിവ്സ് procedure to test the products such as pressure vessel, boiler, crane, wire rope, etc. And the safety of the operator is an important consideration here. ഓക്കെ, അപ്പോൾ ബോയിലർ എന്ന് പറയുന്നത് വളരെ ഹൈ പ്രഷറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഓപ്പറേറ്ററുടെ സേഫ്റ്റി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ സാറ്റിസ്ഫൈഡ് ആയാലാണ് ആ ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ കോഡ് എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ IS 2825, ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് കോഡ് ഫോർ ടെസ്റ്റിംഗ് പ്രഷർ വെസൽസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടേഴ്സ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രഷർ കുക്കർ, ഇതേപോലത്തെ സാധനങ്ങളൊക്കെ പ്രഷർ വെസലിൻ്റെ ഭാഗമാണ്. ഹൈ പ്രഷറിലുള്ള ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്ന കണ്ടീഷൻസാണ്. അപ്പോൾ അവിടെയൊക്കെ ഫോളോ ചെയ്യേണ്ട ടെസ്റ്റിംഗ് മെത്തേഡുകളൊക്കെയാണ് ഈ ഒരു IS 2825 എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വരുന്നത്. ദെൻ IS 807 കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ഡിസൈൻ, മാനുഫാക്ചർ, ഇറക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ക്രെയിൻസ് ആൻഡ് ഹോയിസ്റ്റ്. ഓക്കെ, ക്രെയിൻസിലും ഹോയിസ്റ്റിംഗ് മെഷീനറിയിലൊക്കെ അവിടെ ഫോളോ ചെയ്യേണ്ട ആ ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സാണ് ഈ ഒരു IS 807 എന്ന് പറയുന്ന കോഡിൽ വരുന്നത്. ദെൻ ഓർഗനൈസേഷൻസ്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റേതായിട്ടുള്ള നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു നാഷണൽ ലെവലായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതേപോലെ ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അതല്ലെങ്കിൽ ഇനി ഒരു എൻജിനീയറായി കഴിഞ്ഞാൽ നമ്മൾ പല പ്രൊഡക്ട്സും നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് കേൾക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് നോളജ് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ പല പല ഷോർട്ട് ഫോംസ് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം: ISO, BIS, JIS, DIN, ASME ഓർ ANSI സ്റ്റാൻഡേർഡ്സ് ആൻഡ് BS എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റാൻഡേർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് നമുക്കറിയാം. അതിൽ ISO എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, അതിൻ്റെ ഒരു ചുരുക്കിയിട്ടുള്ള രൂപമാണ് ISO. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡൈസേഷനായിട്ട് ബന്ധപ്പെട്ട വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ് ISO. ദെൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷനാണ് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. സിമിലർ ആയിട്ടുള്ള ജപ്പാൻ റിലേറ്റഡ് അവരുടെ സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻ ചെയ്യുന്നത് ജപ്പാനീസ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദെൻ DIN,
ഡിൻ എന്നുള്ളത് അത് ആക്ച്വലി ജർമ്മൻ ലാംഗ്വേജിലുള്ള ഒരു സെൻറ്റൻസ്, അതിൻ്റെ ഒരു ചുരുക്കരൂപമാണ് DIN എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് വെർഷനാണ് ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ദെൻ ASME, അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. ദെൻ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സ്, BS. ദെൻ ANSI, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. Then ASTM, American Society of Testing and Materials. Then AISI, American Iron and Steel Institute. Then AGMA, American Gear Manufacturers Association. ഇപ്പോൾ ഈ AGMA എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിലാണ് ഗിയേഴ്സ് ഡിസൈൻ ചെയ്യുക. നമ്മൾ അടുത്ത സെമസ്റ്ററിൽ ഗിയർ ഡിസൈൻ പഠിക്കുമ്പോൾ AGMA മെത്തേഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. ദെൻ SAE, സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. നമ്മൾ ഓയിൽസിൻ്റെ ഗ്രേഡും കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു SAE സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിലാണ്. SAE എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പറാണ് നമ്മൾ ഓയിലിൻ്റെ ഗ്രേഡ് പറയാനൊക്കെ ആയിട്ട്, ലൂബ്രിക്കൻ്റ് ഓയിലിൻ്റെ ഗ്രേഡ് പറയാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ASHRAE, അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഹീറ്റിംഗ്, റെഫ്രിജറേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയേഴ്സ്. നമ്മൾ ഒരു HVAC, ഹീറ്റിംഗ് വെൻറ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ഇൻ കേസ് നമ്മുടെ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധ്യതയുള്ളൊരു ടേമാണ് ASHRAE. ഓക്കെ, അപ്പോൾ അവിടെ ഈ പറഞ്ഞ ഹീറ്റിംഗ്, കൂളിംഗ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ്, എയർ കണ്ടീഷനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരാണ് ഇങ്ങനെയുള്ള പലതരം സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ എന്തൊക്കെയാണ് പലതരത്തിലുള്ള മെറ്റീരിയൽസ്, എൻജിനീയറിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻജിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു ജനറലായിട്ടൊരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ മെറ്റൽസും അലോയ്സും ഉണ്ട്, പോളിമേഴ്സ് ഉണ്ട്, കോമ്പോസിറ്റ്സ് ഉണ്ട്, സെറാമിക്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻജിനീയറിംഗ് മെറ്റീരിയൽസ്. ഈ രീതിയിലുള്ള മെറ്റീരിയൽസൊന്നും ഇല്ലാതെ നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും ചിന്തിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പോളിമേഴ്സ് എന്ന് പറയുന്നതിന് ഒരു 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. തെർമോപ്ലാസ്റ്റിക്സ്, തെർമോസെറ്റിംഗ് പോളിമേഴ്സ് ആൻഡ് ഇലാസ്റ്റോമേഴ്സ്. അപ്പം അലോയ്സിനെ കുറിച്ചും മെറ്റൽസ്, കോമ്പോസിറ്റ്സ്, സെറാമിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പറയും. ഇപ്പോൾ പോളിമേഴ്സ് എന്നുള്ളതിനെക്കുറിച്ച് മാത്രം പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്ലാസ്റ്റിക്സ് അറിയാം. അപ്പോൾ അതിൽ ചിലത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ്ലി സെറ്റായി പോകുന്ന പോളിമേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാസ്റ്റിക്സ് ഉണ്ട്. അതാണ് തെർമോസെറ്റിംഗ് പോളിമേഴ്സ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ദെൻ തെർമോപ്ലാസ്റ്റിക്സ്, അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ആവും, ദെൻ കൂളാകുമ്പോൾ വീണ്ടും ഹാർഡനായിട്ട് വരുന്ന രീതിയിലുള്ള പോളിമേഴ്സ്. ഇപ്പോൾ പ്ലാസ്റ്റിക് എന്നൊക്കെ പറയുന്നത് അത് എപ്പോഴും നമുക്ക് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ മാറി വരും. ദെൻ അത് ഹാർഡായ ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ അത് സെറ്റാവും. വീണ്ടും നമുക്ക് ഹീറ്റ് ചെയ്താൽ വീണ്ടും അത് സോഫ്റ്റൻ ചെയ്ത് വരും. ഓക്കെ, ദെൻ തെർമോസെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഷേപ്പിലേക്ക് വന്നാൽ പിന്നെ അത് ആ ഒരു ഷേപ്പിൽ പെർമനൻ്റ്ലി സെറ്റായി പോവും. പിന്നെ നമുക്ക് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. ദെൻ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത് റബ്ബേഴ്സാണ്. ഓക്കെ, അപ്പോൾ അത് നാച്ചുറലായിട്ടും സിന്തറ്റിക് ആയിട്ടൊക്കെയുള്ള പലതരത്തിലുള്ള റബ്ബർ മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഇലാസ്റ്റോമേഴ്സ് എന്നുള്ള രീതിയിൽ പറയാം. ദെൻ മെറ്റൽസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനീയറിംഗ് മെറ്റീരിയലാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, ഇതൊരു ഹാർഡ് ആയിട്ടുള്ള ഷൈനിയാണ്, മാലിയബിളാണ്, ഫ്യൂസിബിൾ ആൻഡ് ഡക്റ്റൈൽ മെറ്റീരിയൽ വിത്ത് ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി. ഈ രീതിയിലുള്ള പ്രോപ്പർട്ടീസൊക്കെയുള്ള ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ മെറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എക്സാമ്പിളായിട്ട് അയൺ, ഗോൾഡ്, സിൽവർ, അലുമിനിയം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മെറ്റൽസിൽ വരുന്നുണ്ട്. ദെൻ അടുത്ത ഒരു കാറ്റഗറിയാണ് അലോയ്സ്. അപ്പോൾ ഒന്നിലധികം മെറ്റൽസും അതല്ലെങ്കിൽ ഒരു മെറ്റലും ഒരു നോൺ മെറ്റലൊക്കെ കൂടി ഉണ്ടാകുന്ന ഒരു മെറ്റീരിയലാണ് അലോയ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള അലോയ്സ് നമ്മൾ പ്യൂറായിട്ടുള്ള മെറ്റൽസിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് അലോയ്സ് ആയിരിക്കും. അപ്പം
മെറ്റൽസ് ആൻഡ് അലോയ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി നമുക്ക് ഒന്നുകൂടി ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫെറസ് മെറ്റൽസ് ഉണ്ട്, അതേപോലെ നോൺ ഫെറസ് മെറ്റൽസ് ഉണ്ട്. ഇപ്പോൾ ബേസിക്കലി അത് അലോയ്സിൻ്റെ ഒരു കാറ്റഗറി എന്നുള്ള രീതിയിൽ പറയാം. ഫെറസ് ആൻഡ് നോൺ ഫെറസ്. ദെൻ ഫെറസ് എന്ന് പറയുന്നതിൽ അയേൺ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ കൂടെ വേറെ അപ്പം സ്റ്റീൽ എന്ന് പറയുന്നൊരു കാറ്റഗറി ആണെങ്കിൽ അതിൽ കാർബൺ കണ്ടൻറ്റ് കൂടി വരുമ്പോഴാണ് അത് സ്റ്റീലാവുന്നത്. അയേൺ പ്ലസ് കാർബൺ. അപ്പോൾ കാർബണിൻ്റെ തന്നെ ആ ഒരു അളവ് വേരി ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റീല് കാസ്റ്റ് അയേൺ എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റീൽസിൽ പ്ലെയിൻ കാർബൺ സ്റ്റീൽ, അലോയ് സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള സ്റ്റീൽസ് ഉണ്ട്. ദെൻ കാസ്റ്റ് അയേൺ ആകുമ്പോൾ വൈറ്റ് കാസ്റ്റ് അയേൺ, മാലിയബിൾ കാസ്റ്റ് അയേൺ, ഗ്രേ കാസ്റ്റ് അയേൺ, സ്പിറോഡോയിൽ ഗ്രേ കാസ്റ്റ് അയേൺ, ദെൻ ചിൽഡ് കാസ്റ്റ് അയേൺ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള കാസ്റ്റ് അയേൺസ് ഉണ്ട്. ദെൻ നോൺ ഫെറസ് അലോയ്സിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ കോപ്പർ, നിക്കൽ, അലുമിനിയം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള അയേൺ കണ്ടൻറ്റ് ഇല്ലാത്ത രീതിയിലുള്ള അലോയ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഫെറസ് അലോയ്സിൽ പറഞ്ഞതിൽ മെയിനായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്വൻറ്റ് എന്നുള്ളത് അയേൺ ആയിരിക്കും. നോൺ ഫെറസ് എന്ന് പറയുമ്പോൾ അവിടെ അയേൺ അല്ലാത്ത വേറെ മെറ്റീരിയൽസ് ആയിരിക്കും അവിടെ മെയിൻ കോൺസ്റ്റിറ്റ്വൻ്റ് ആയിട്ട് വരിക. ദെൻ സ്റ്റീൽസിൻ്റെ കേസിൽ സ്റ്റീലും കാസ്റ്റ് അയേൺ ആണ് ഫെറസിൽ വരുന്ന രണ്ട് കാറ്റഗറി. അപ്പോൾ അതിൽ സ്റ്റീൽസ് എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ പെർസെൻറ്റേജ് 2% താഴെയായിരിക്കും. ദെൻ കാസ്റ്റ് അയേൺ പറയുമ്പോഴത്തേക്കും കാർബണിൻ്റെ അളവ് അയേൺ കൂടാതെ പിന്നെ വരുന്ന കാർബണാണ് മെയിനായിട്ട് അതിൻ്റെ അളവ് 2%-നേക്കാളും കൂടുതൽ വരുമ്പോഴാണ് കാസ്റ്റ് അയേൺ എന്ന് പറയുന്നത്. ദെൻ കോപ്പറിലും അലുമിനിയത്തിലും നിക്കൽ അലോയ്സൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ് അതിൽ മെയിൻ കോൺസ്റ്റിറ്റ്വൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ കോമ്പോസിറ്റ്സ്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള കോമ്പോസിറ്റ്സിൻ്റെ ഒരു ബേസിക്കായിട്ടൊരു ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഇതൊക്കെയാണ്. ലാമിനാർ, പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ്, ദെൻ ഫൈബർ റീഇൻഫോഴ്സ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാറ്റഗറീസാണ്. അപ്പോൾ അവിടെ കോമ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പം ലാമിനാർ അവിടെ ഇപ്പോൾ നമ്മളൊരു പ്ലൈവുഡൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു തരം കോമ്പോസിറ്റാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല തരത്തിലുള്ള ലെയേഴ്സായിട്ട് അത് ലേ ചെയ്ത് വുഡിൻ്റെ ചെറിയ ചെറിയ ലെയേഴ്സ് ലേ ചെയ്തിട്ടാണ് ആ ഒരു വുഡ് എന്നുള്ള രീതിയിലുള്ളൊരു കോമ്പോസിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ദെൻ റീഇൻഫോഴ്സ്ഡ് ഇപ്പോൾ കോൺക്രീറ്റ്, അപ്പോൾ അതൊരു തരത്തിലുള്ള കോമ്പോസിറ്റാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അവിടെ സിമെൻറ്റ് ഉണ്ടായിരിക്കും. ദെൻ അവിടെ മെറ്റൽ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നുണ്ട്, റോക്കിൻ്റെ ചെറിയ ചെറിയ പീസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു റീഇൻഫോഴ്സിങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ദെൻ അതിൽ തന്നെ നമ്മൾ വീണ്ടും റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ അയൺ റോഡ്സ് അല്ലെങ്കിൽ സ്റ്റീൽ റോഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിലുള്ള ഒരു കോമ്പോസിറ്റാണ്. ദെൻ ഫൈബർ റീഇൻഫോഴ്സ്ഡ്, ദെൻ വേറെയും പലതരത്തിലുള്ള ഗ്ലാസ് ഫൈബർ അതേപോലെയുള്ള പല മെറ്റീരിയൽസിൻ്റെയും നാച്ചുറലായിട്ടുള്ള ഫൈബേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പലതരത്തിലുള്ള കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഒരുപാട് സ്ട്രെങ്ത് ഉള്ള അതേസമയം വെയിറ്റ് വളരെ കുറവ് ആയിട്ട് വരുന്ന രീതിയിലുള്ള പല മെറ്റീരിയൽസും നമ്മൾ ഫെമിലിയറാണ്. ദെൻ പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനീയറിങ് മെറ്റീരിയലാണ് സെറാമിക്സ്. അപ്പോൾ അതിൽ മെറ്റൽ ഓക്സൈഡ്സ്, നൈട്രേറ്റ്സ്, കാർബൈഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള സെറാമിക്സ് വരുന്നുണ്ട്. ഇപ്പോൾ മെറ്റൽ ഓക്സൈഡ്സിൽ വരുമ്പോഴത്തേക്കും അലൂമിന, ബെറിലിയ, സിർക്കോണിയ, ദെൻ ഗ്ലാസ് സെറാമിക്സ് ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കുറച്ച് കാറ്റഗറീസ്. അപ്പം സെറാമിക്സിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഇനോർഗാനിക് ആയിട്ടുള്ള നോൺ മെറ്റാലിക് മെറ്റീരിയലാണ്. ഓക്കെ, ഇനോർഗാനിക് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ കാർബൺ കണ്ടൻറ്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, കാർബൺ കണ്ടൻറ്റ് ഇല്ലാത്ത ഒരു നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സെറാമിക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫർണസുകൾ ഉണ്ടാക്കാനായിട്ടും അതേപോലെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോട്ടിങ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാറ്റഗറിയാണ് സെറാമിക്സ് എന്നുള്ളത്. ദെൻ നമുക്ക്
ഇപ്പോൾ പലതരത്തിലുള്ള മെറ്റീരിയൽസും എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസും ഒക്കെ കണ്ടു. ദെൻ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന് വേണ്ടതായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ സ്ട്രെസ്, സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒക്കെ പഠിച്ചപ്പോൾ തന്നെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലല്ല, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസാണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം അതിന് ഒരു ഇലോങ്ങേഷൻ സംഭവിക്കും, ഡീഫോം ചെയ്യും എന്നുള്ളതൊക്കെയാണ്, അതിൻ്റെ ഒരു റേറ്റൊക്കെയാണ് സ്ട്രെയിൻ എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ദെൻ സ്ട്രെസ് എന്നുള്ളത് എത്രത്തോളം ഫോഴ്സാണ് യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് സ്ട്രെസ് എന്നുള്ളത്. ദെൻ ഇനി വരുന്നതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, സ്ട്രെങ്ത്ത്. ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു മെറ്റീരിയൽ അതിലുള്ള അതിൻ്റെ ടിയറിങ്ങിനെ, അതല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു കട്ടിംഗ് ഒക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണലി അപ്ലൈഡ് ആയിട്ടുള്ളൊരു ഫോഴ്സിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് സ്ട്രെങ്ത്ത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ മെറ്റീരിയൽ ഈൽഡ് ചെയ്യാം, അതല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആ ഒരു ടെൻഡൻസീനെ ഓവർകം ചെയ്യണമെങ്കിൽ അതിനവിടെ ഒരു സ്ട്രെങ്ത്ത് ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റിഫ്നെസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഡിഫോർമേഷൻ അണ്ടർ സ്ട്രെസ്. സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ വീണ്ടും ലോഡ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഡീഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റീനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇലാസ്റ്റിസിറ്റി. ഇപ്പം റബ്ബർ പോലെയൊക്കെയുള്ള മെറ്റീരിയലിൽ നമുക്ക് ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. വൺസ് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അത് ഡീഫോം ചെയ്യും. ദെൻ ഫോഴ്സ് റിമൂവ് ചെയ്താൽ നമുക്ക് ആ ഒരു കമ്പോണൻറ്റിനെ വീണ്ടും അതിൻ്റെ പഴയ ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇനീഷ്യൽ ഷേപ്പ് റീഗെയിൻ ചെയ്യും. ആ രീതിയിലുള്ള ആ ഒരു പ്രോപ്പർട്ടീനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ മെറ്റലാണ്, അല്ലെങ്കിൽ അലോയ് മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ ഇലാസ്റ്റിസിറ്റി ഉള്ളത്. നമ്മൾക്ക് വിസിബിളായിട്ട് ആ ഒരു വേരിയേഷൻ റബ്ബറിലൊക്കെയാണ് കാണാൻ പറ്റുക, പക്ഷേ സ്റ്റീലിനാണ് ഏറ്റവും കൂടുതൽ ഇലാസ്റ്റിസിറ്റി ഉള്ളത്. ദെൻ പ്ലാസ്റ്റിസിറ്റി. വൺസ് നമ്മളൊരു മെറ്റീരിയലിനെ ഡീഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തൊരു കാറ്റഗറിയാണ് ഡക്റ്റിലിറ്റി. അപ്പോൾ ഡീഫോം ചെയ്യുന്ന മെറ്റീരിയൽസിന് തന്നെ ഒരു വയർ എന്നുള്ള രീതിയിൽ ഫോം ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടീനെയാണ് ഡക്റ്റൈൽ പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. വയേഴ്സായിട്ട്, സ്മോൾ ഡയാമീറ്ററിലുള്ള വയേഴ്സായിട്ട് ഒരു മെറ്റീരിയലിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് ഈ ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. സ്റ്റീല്, കോപ്പർ, അലുമിനിയം, നിക്കൽ, സിങ്ക്, ലെഡ്, ടിന്ന് എന്ന് പറയുന്ന മെറ്റീരിയൽസൊക്കെ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. ഓക്കെ, ദെൻ ബ്രിട്ടിൽനെസ്. ഡക്റ്റിലിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് ബ്രിട്ടിൽനെസ് എന്നുള്ളത്. അവിടെ പ്രത്യേകിച്ച് ഡീഫോർമേഷനൊന്നും നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റില്ല. സഡൻ ആയിട്ടുള്ളൊരു ഫെയിലിയർ ആയിരിക്കും ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ കാസ്റ്റ് ചെയ്യാനാണ് അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. അപ്പോൾ അവിടെ വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്, അതിന് ഈൽഡ് ചെയ്യുക എന്നുള്ളൊരു ബിഹേവിയർ ഇല്ല, സഡൻ ആയിട്ടൊരു ഫെയിലിയർ ആയിരിക്കും. അതാണ് ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ പ്രത്യേകത. ദെൻ മാലിയബിലിറ്റി. നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി പറഞ്ഞു, അതുപോലെ തന്നെ ഡീഫോം ചെയ്ത് ഒരു മെറ്റീരിയലിനെ ഡീഫോം ചെയ്ത് നമുക്ക് വളരെ തിന്നായിട്ടുള്ള ഷീറ്റുകളായിട്ട് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നത് മാലിയബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഗോൾഡൊക്കെ ആ രീതിയിൽ, ലെഡ്, സോഫ്റ്റ് സ്റ്റീൽ, റോട്ട് അയൺ, കോപ്പർ, അലുമിനിയം, ഇതൊക്കെ വളരെ തിൻ ഷീറ്റ്സായിട്ട്, മെയിനായിട്ട് ഗോൾഡ്, ഇതൊക്കെ വളരെ തിൻ ഷീറ്റുകളായിട്ട് മാറ്റാൻ പറ്റുന്ന മെറ്റീരിയൽസാണ്. അതിനൊക്കെ മാലിയബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ടഫ്നെസ്. ഒരു മെറ്റീരിയലിനെ അതിൻ്റെ ഫ്രാക്ചർ ഫെയിലിയറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഒരു ഇമ്പാക്റ്റ് ലോഡൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്തതാണ് മെഷീനബിലിറ്റി. നമുക്ക് മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ
മെഷീനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് മെഷീനബിലിറ്റി. ഒരു മെറ്റീരിയൽ അത് നമുക്ക് എളുപ്പത്തിൽ ഡീഫോം ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ പറ്റിയാലാണ് നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്റ്റീൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് മൈൽഡ് സ്റ്റീൽ. അപ്പോൾ മൈൽഡ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു മെഷീനബിലിറ്റി കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് എളുപ്പത്തിൽ ഇപ്പോൾ ലെയ്ത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് അതിനെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മെഷീൻ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ അതിനുശേഷം നമുക്ക് അതിൻ്റെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വഴിയൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെ മെഷീനബിലിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് മാനുഫാക്ചറിങ്ങും കാര്യങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മെറ്റീരിയൽ റിമൂവിങ് പ്രോസസ്സുകൾ വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ റെസിലിയൻസ്. അപ്പോൾ ഇതും നമ്മൾ ടഫ്നെസ് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റെസിലിയൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു മെറ്റീരിയൽ ഡീഫോം ചെയ്യുന്ന സമയത്ത് അത് അബ്സോർബ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, ആ ഒരു എനർജിയുടെ അളവിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് വിളിക്കുക. നമ്മൾ സ്പ്രിങ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, സ്പ്രിങ് സ്റ്റീൽ എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസിനൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് റെസിലിയൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ഡീഫോം ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്ത് അതൊരു എനർജി സ്റ്റോർ ചെയ്ത് വയ്ക്കും. ദെൻ ആ ഒരു ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും അത് ആ ഒരു എനർജീനെ പുറത്തേക്ക് വിടും. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ ഇനീഷ്യൽ ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഷോക്ക് ഇമ്പാക്റ്റ് ലോഡുകളൊക്കെ വരുമ്പോൾ ആ ഒരു എനർജിയൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റീനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് വിളിക്കുക. ദെൻ ക്രീപ്പ്. അപ്പോൾ ഇതൊരു തരം ഫെയിലിയറാണ് ക്രീപ്പ് എന്നുള്ളത്. വെൻ എ പാർട്ട് ഈസ് സബ്ജക്റ്റഡ് ടു എ കോൺസ്റ്റൻറ്റ് സ്ട്രെസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം ഇറ്റ് വിൽ അണ്ടർഗോ സ്ലോ ആൻഡ് പെർമനൻറ്റ് ഡിഫോർമേഷൻ കോൾഡ് ക്രീപ്പ്. ഓക്കെ, അപ്പോൾ വലിയൊരു ലോഡ്, ഒരു ഹൈ ടെമ്പറേച്ചറിൽ ആ ഒരു ലോഡ് നമ്മൾ കുറേ നാളത്തേക്ക് ഒരു കമ്പോണൻറ്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനവിടെ ഒരു പെർമനൻറ്റ് ഡിഫോർമേഷൻ സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. ദെൻ ഫെറ്റിഗ്. വേരിയിങ് ആയിട്ടുള്ള ലോഡുകൾ, നമുക്ക് ലോഡുകൾ പലതരത്തിലുണ്ട്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോഡുണ്ട്, ഡൈനാമിക് ലോഡ് അല്ലെങ്കിൽ വേരിയിങ് ആയിട്ടുള്ള ലോഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വേരിയിങ് ലോഡ് നമ്മളൊരു കമ്പോണൻറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫെയിലിയർ എന്നുള്ളത് വളരെ പെട്ടെന്ന് സംഭവിക്കും. സാധാരണ നമ്മുടെ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ യീൽഡ് പോയിൻ്റ് എത്തുമ്പോഴാണ് ഫെയിൽ ചെയ്തു എന്ന് പറയുക. പക്ഷേ ആ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ നമ്മൾ ഒരു സ്റ്റാറ്റിക് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് യീൽഡ് പോയിൻറ്റിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. വേരിയിങ് ആയിട്ടൊരു ലോഡാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യീൽഡ് പോയിൻറ്റിനേക്കാളും മുമ്പേ തന്നെ ആ ഒരു കമ്പോണൻറ്റ് ഫെയിലാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഫെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെറ്റിഗ് ഫെയിലിയർ എന്ന് വിളിക്കുന്നത്. ദെൻ ഹാർഡ്നെസ്. നമ്മൾ ഓരോ മെറ്റീരിയലിൻ്റെയും സർഫസിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സർഫസിനുള്ള ഒരു സ്ട്രെങ്ത്തിനെയൊക്കെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു വിയർ, സ്ക്രാച്ചിങ് ഓർ ഇൻഡൻറ്റേഷൻ. നമ്മളെന്തെങ്കിലും ഒരു മാർക്കിങ് അതിൻ്റെ പുറത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനോടുള്ള ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഒരു മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്കിപ്പോൾ മെഷീനിങ് നടത്തണമെങ്കിലും ഈ ഹാർഡ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സോഫ്റ്റർ ആയിട്ടുള്ളൊരു മെറ്റീരിയലിനെ നമുക്ക് കുറച്ചുകൂടി അതിനേക്കാളും ഹാർഡർ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഹാർഡ്നെസ്സിലുള്ള ആ ഒരു ഡിഫറൻസിൻ്റെ ബേസിലാണ് നമുക്ക് മെഷീനിങ്, കട്ടിങ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആവുന്നത്. ഓക്കെ, ദെൻ ഇതിനോട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പിന്നെ വരുന്നത് മെറ്റീരിയൽസിൻ്റെ ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ബിഹേവിയർ, ദെൻ ഡക്റ്റൈൽ ആൻഡ് ബ്രിട്ടിൽ ബിഹേവിയർ, ദെൻ ഷിയർ, ബെൻഡിങ്, ടോർഷണൽ സ്ട്രെസ്സസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ അത് അസൈൻമെൻ്റ് ആയിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലൊക്കെ പഠിച്ച ടോപ്പിക്കുകളാണ്, അതുകൊണ്ട് അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഇലാസ്റ്റിക് ബിഹേവിയർ, പ്ലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റൽസ് എന്നുള്ളതിലൊക്കെ മെയിനായിട്ട് വരുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. ഓക്കെ, അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെയും ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ ഒക്കെ സ്ട്രെസ് സ്ട്രെയിൻ കർവുകളുണ്ട്. നമ്മുടെ ഡാറ്റ ബുക്കിൽ ഈ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിക്കായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ
കർവുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ ബുക്ക് റെഫർ ചെയ്തിട്ട് വരെ ആ ഒരു ഡയഗ്രാംസ് വരയ്ക്കാനായിട്ട് സാധിക്കും. ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെയും ബ്രിട്ടിൽ മെറ്റീരിയൽസിൻ്റെ ഒക്കെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാംസ്. പിന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ഡക്റ്റൈൽ ഫ്രാക്ചർ, ബ്രിട്ടിൽ ഫ്രാക്ചർ. ഡക്റ്റൈൽ ബിഹേവിയറും ബ്രിട്ടിൽ ബിഹേവിയർ എന്നൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഡക്റ്റൈൽ ഫ്രാക്ചറും ബ്രിട്ടിൽ ഫ്രാക്ചറും ഒക്കെ ഉണ്ടാകുന്നത്, അതിൻ്റെ ഒരു മെക്കാനിസം. ഓക്കെ, ദെൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഷിയർ, ബെൻഡിങ്, ടോർഷണൽ സ്ട്രെസ്സസ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയേണ്ടതാണ്. അപ്പോൾ അതൊന്ന് കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്യുക, അസൈൻമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.